നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. എല്ലാവരും ചൊല്ലുന്ന ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്കറിയാം അല്ലേ? മാലിന്യ പ്രശ്നം വർദ്ധിക്കുന്നു അല്ലേ? മനുഷ്യന്റെ വലിച്ചെറിയൽ സ്വഭാവം എന്ന് അവസാനിക്കും? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് വിളിക്കേണ്ട നമ്പർ ഒന്ന് ഓർമ്മപ്പെടുത്താം. വിളിക്കേണ്ട നമ്പർ 0474293111 0474291111. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? അപ്പോൾ ഈ മാലിന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലെ എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ എത്ര ഇതിനെ കുറിച്ച് ചർച്ച ചെയ്താലും അവസാനിക്കുന്നില്ല. അതങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പലയിടത്തും ഇപ്പോഴും മാലിന്യ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നത്തെ ശ്രോതാക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതിനുള്ള വേദിയാണ്. നമ്മളിത് ചർച്ചയാണ്, തുറന്ന ചർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് ഈ പ്രശ്നം വീണ്ടും വീണ്ടും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഒരു മാലിന്യ പ്രശ്നം ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അഷ്ടമുടിക്കാലിനെ വീണ്ടെടുക്കാനുള്ള ഒരു നിർമ്മാണ ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അല്ലെ? അതൊന്ന് സജീവമായിട്ട് അതിനെ മാലിന്യമുക്തമാക്കാനുള്ള ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പരിസരത്ത് എവിടെയൊക്കെ തുറന്ന സ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം ഇത് കണക്ക് മാലിന്യം വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു, ആൾക്കാർ കൊണ്ടിടുന്നു. അതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പൊ അതൊക്കെ ഇതിനകത്ത് ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തണം. അഷ്ടമുടി കായൽ വരണം. അപ്പൊ ഉമ്മയനല്ലൂരിലുള്ള ഒരു വയലുണ്ടല്ലോ, ഏലയെ കുറിച്ചുള്ള കാര്യം പറയണം. അവിടെ ഇപ്പൊ മാലിന്യം കൊണ്ടിടുന്നുണ്ട്, പ്ലാസ്റ്റിക്. അത് വലിയ കൃഷിയൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഏക്കർ കണക്കിന് ടൺ കണക്കിന് അരി എനിക്ക് സപ്ലൈകോക്കെ നൽകിയിരുന്ന ഒരു ഏലയാണ്. അവിടെ മാലിന്യം, അതായത് ഇപ്പം ബാബർ ഷോപ്പിലെ വേസ്റ്റ്, ഇപ്പം ഓഡിറ്റോറിയം, കല്യാണ മണ്ഡപങ്ങളിൽ നിന്നൊക്കെ അല്ലെ ഈ ആഹാര സാധനങ്ങളുടെയൊക്കെ അത് പാചകം ചെയ്ത് കഴിഞ്ഞുള്ള വേസ്റ്റ് കൊണ്ടിടുന്നു, പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നു. അതിലൊക്കെ നമ്മുടെ തീരദേശ റോഡ്, ആ റോഡില് നമ്മുടെ വാടി കടപ്പത്താർ റോഡുണ്ടല്ലോ, ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന ആ റോഡ്, അവിടെ പല സ്ഥലത്തും മാലിന്യ കൂമ്പാരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. അവിടെ തന്നെ അതിന്റെ ഭാഗത്ത് തന്നെ കൊണ്ടിടുന്ന ഒരു അവസ്ഥയൊക്കെ. അപ്പൊ എനിക്കൊന്ന് കോള് വെയിറ്റിംഗ് ആണ്. നമുക്ക് ആ കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം സാറേ. പേരെന്താണ്? ജാറാമണി അമ്മ ഉരിയപ്പെടു. അമ്മ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? ഈ ഹൈവേ വന്നതിന് ശേഷം കടവൂരിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ബോക്സ് വെച്ചിട്ടുണ്ട് റോഡ് രണ്ട് സൈഡിലും. ആ ബോക്സിനകത്ത് ഈ വേസ്റ്റ് നിക്ഷേപിക്കത്തില്ല. അത് ബസ്സിനകത്ത് കൊണ്ടുവന്ന് മുക്കിന് കളഞ്ഞിട്ട് എറിഞ്ഞിട്ടങ്ങ് പോവുക. ഭയങ്കര വാടയാ. ബോക്സ് വെച്ചിട്ടുണ്ട്, ബോക്സിനകത്ത് ഇടത്തില്ല. വടി വലിച്ചെറിഞ്ഞിട്ട് പോകും. ക്യാമറ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിടും. ക്യാമറ വെച്ച് പിടിപ്പിച്ചാല് ഇതിന്റെ ആളിനെ കണ്ടുപിടിച്ച് നമുക്ക് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ ഇത് ഒരമത്തിലും തീരത്തില്ല സാർ. ക്യാമറ വെച്ചാൽ ഇപ്പൊ പ്രശ്നമുണ്ട്. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ കൊണ്ടിടും. എന്നാലും നമുക്ക് ആ വണ്ടിയുടെ നമ്പറെങ്കിലും കിട്ടും അല്ലേ? ആളുടെ വെച്ച് പിടിക്കണം. അല്ല, ഇതിനൊരു പരിഹാരം ഇല്ല സാറേ. ഇത് പറഞ്ഞു ഏതൊക്കെ ഭാഗത്താണ് കറക്റ്റായിട്ട് മാലിന്യം? അങ്ങനൊന്നുമില്ല. വരുന്ന വരുത്താൻ കിട്ടായാലും എവിടെ ചെന്ന് വിട്ടത് അത്രയുള്ളൂ. എല്ലാം ദേശം പറഞ്ഞ വാടയുള്ള വസ്തുക്കളാണ്. മൊത്തത്തോടും പക്ഷേ സർക്കാരിത് ഇങ്ങനെ പറഞ്ഞു അധികാതെ ഇതിന് ചെയ്യേണ്ടുന്ന ക്യാമറ വെച്ചാണെങ്കിലേ ഇതിന് അറിവ് വരുത്തുള്ളൂ. അല്ല, ഇത് ഒരെണ്ണത്തിലും തീരത്തില്ല. ക്യാമറ എല്ലായിടത്തും സ്ഥാപിക്കണമെന്നാണ്, അതായത് കോർപ്പറേഷൻ മുൻകൈ എടുത്ത് ക്യാമറ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. സുന്ദര കേരളം, നല്ല കേരളം എന്ന് പറയുന്നെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുക കേരളം. അതിന് ക്യാമറ സെലക്ട് ചെയ്തെങ്കിലേ പറ്റൂ. അല്ലാതെ ഒരനുസരിച്ച് തീരാനുള്ള ചാൻസ് ഇല്ല. നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ അങ്ങനെ ഒട്ടേറെ നമ്മുടെ മാലിന്യത്തിൽ നിന്നൊക്കെ കുറേയേറെ മുക്തി നേടിയിട്ടുണ്ട്. എന്നാലും ഒട്ടേറെ ഇനി നമ്മൾ സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സജീവമായിട്ട് നമ്മുടെ നമ്പർ നമുക്ക് കിട്ടും. അതെ. ഓക്കെ, അപ്പൊ അതാണ് അമ്മ പറഞ്ഞു വരുന്നത്. ക്യാമറ സ്ഥാപിക്കണം, അത് വ്യക്തമാണ്. ഓക്കെ, സന്തോഷം അമ്മേ. അപ്പൊ ഇനി വിളിക്കുക, ചർച്ചയിൽ പങ്കെടുക്കുക.